അതെ പോവാണോ? അല്ല വന്നതാ. എടാ നോക്കിയടാ എന്റെ ഈ ഫോണിലേ കോളും കൂടെ വരുന്നില്ല പോണില്ല. എന്താ പറ്റിയിട്ടുണ്ട്? എന്തൊരു തറയില്ലല്ലോ വേണം വെള്ളത്തിൽ വീണാ സാറിന് അങ്ങനെ പറ്റുമ്പോഴാണ് വരുന്നത്. ഇതെന്നറിയാൻ മതി. ഇപ്പം ഈ ഫോണിനൊക്കെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ ഇങ്ങോട്ടും വരില്ല അങ്ങോട്ടും വിട്ടില്ല. അതാണല്ലേ 2 ആഴ്ച മുമ്പ് ചെയ്താന്ന് തോന്നുന്നു. ഒരു 50 രൂപയ്ക്ക് റീചാർജ് ചെയ്തേക്ക് കേട്ടോ. ഈ ഫോണല്ലേ എന്താടി എനിക്കുള്ളതാ അത്? നെല്ല നൂല്. ആ നൂല്. മഞ്ഞ, നീല, പച്ച, ചുവപ്പ്, പഞ്ചസാര 2.5 കിലോ. അര മതി. ഓ 2 വെട്ടി. അര. തേങ്ങ 2 എണ്ണം. വെളിച്ചെണ്ണ 1/2 കിലോ. ബോബിന എന്താ? മറ്റേ മെഷീനിലിടുന്ന സാധനം. ഇത് മേടിക്കാൻ നീ പോകുമ്പോഴേ മേടിച്ചിട്ട് വന്നാ. പൈസ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് പോയി മേടിക്കാൻ പാടില്ല. പൈസ ഇല്ലേ? ഇല്ല. ഈ നൂല് സാധനങ്ങളും ബോബിനും ഇതൊക്കെ മേടിക്കാൻ ഒരുപാട് പൈസ വേണ്ട. 250-300 രൂപ ആവുള്ളൂ. അത് തന്നെ താ. നീ പൈസ താ. ഇല്ലടാ. ഇപ്പൊ നീ എന്താ പറയുന്നത്? ഞാനിവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളല്ലേ. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടേ? ഇവിടെ അമ്മയുണ്ട്. അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് വരും. അമ്മാവൻ്റെ അടുത്ത് പൈസ വയ്ക്കാൻ പറ്റുമോ നമുക്ക്? ഇപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങളല്ലേ. എനിക്ക് അങ്ങനെ വലിയ ജോലിയൊന്നും അല്ലല്ലേടി. ഞാനൊരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിന്റെ ആവശ്യം എന്ന് പറഞ്ഞ് നീ വരും. ക്ലീറ്റോ കടം ചോദിക്കും. നിനക്ക് വേണ്ടുന്ന പൈസ ഞാൻ തരുന്നുണ്ട്. എന്നും തരാൻ പറ്റൂടി. അവനോട് വെറുതെ ഇരിക്കല്ലേ. പിടിക്ക്. അവൻ്റെ അടുത്ത് പറയാം. നീ തരണ്ട. ഇടി ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. വേണ്ട, എനിക്ക് വേണ്ട. അവനോട് ജീവിച്ചിരിക്കല്ലേ. അവന് കുഴപ്പമൊന്നുമില്ല. കയ്യിലും കാലിലും കുരുവൊന്നുമില്ല. ജീവിച്ചിരിപ്പുണ്ട് ആള്. എന്റെ ക്ലീറ്റോന് വേറെ പണിയില്ലേ? അവൻ ചത്തുപോട്ട് ഞാൻ തരാൻ ചിലവനേരാ. അല്ല ചുമ്മാ തണ്ടും തടിയായിട്ട് അങ്ങനെ നീ ആയിട്ട് കൊല്ലണ്ട. ഒരു അനങ്ങാപ്പാറായിട്ട് എടുത്തിരിക്കുന്നു. ഭർത്താവെന്ന് പറഞ്ഞ് പേരും വെച്ചോണ്ടിരുന്നാൽ മതിയാ. അപ്പൊ നിങ്ങളുടെ ചെലവ് ഞാൻ നോക്കണോ? അവനോട് ജോലിക്ക് പോകാൻ പറയാം. അടുത്ത് മര്യാദയ്ക്ക്. ചുമ്മാ രാഷ്ട്രീയം കളിച്ച് നടക്കണത്തിന്. നന്നായി തന്നെ എന്നെ കണ്ട. ഞാനിപ്പോ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. എനിക്ക് ഒരു 200 റുപ്യ അടി കറണ്ട് ബില്ല് അടച്ചിട്ടില്ല ഈ പ്രാവശ്യം. 2 ദിവസം കഴിഞ്ഞിട്ടാണ് തരാം. ഉണ്ടോ ചോദിക്കും. ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. ഇന്നലെ കറണ്ട് അടച്ച? അതെ. കറണ്ട് ചാർജ് ഇന്നലെ അടച്ചില്ലേ? അടച്ചല്ലോ. നീ ഉണ്ടായിരുന്നില്ലേ അവിടെ? പിന്നെന്തിനാ ഇപ്പൊ അവളുടെ പൈസ ചോദിക്കുന്നത്? കാശില്ല എന്ന് പറഞ്ഞാൽ അവള് വിശ്വസിക്കില്ല. എന്റെ ബുദ്ധിമുട്ട് അങ്ങോട്ട് പറഞ്ഞാ പിന്നെ എന്നോട് ചോദിക്കില്ലോ. എങ്ങനെയുണ്ട്? കൊള്ളാം. കരഞ്ഞോണ്ടാ പോയത്. എന്താ കരഞ്ഞോണ്ട് പോകാൻ കാരണം? നീ കാശില്ലേ പറഞ്ഞിട്ടില്ലേ? അത്ര സംഘടന എടുത്ത് കൊടുക്കാറുന്നില്ലേ? അല്ലാതെ നിർത്തി. ആ പരിപാടി ഞാൻ നിർത്തി. ഞാൻ കൊടുക്കുന്നിടത്തോളം കാലം അവൻ ജോലിക്ക് പോകില്ല. ആ വീട് ഇങ്ങനെ തന്നെ അങ്ങ് പോകും. അതുകൊണ്ട് ആ പരിപാടി ഞാൻ നിർത്തി. അല്ലെങ്കിൽ ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുള്ളൂ. ഈ ബുദ്ധി ആദ്യം തോന്നിയെങ്കിൽ അവൻ എന്നേ നേരെ തന്നെ. അതുകൊണ്ട് തന്നെ ഞാനും കൊടുക്കാത്ത. അല്ല എത്ര നേരം എടുത്ത് കൊടുക്കാനാ? കൊടുത്ത് മനുഷ്യൻ മനസ്സങ്ങ് മരവിച്ചു. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, അനുഭവിക്കട്ടെ. അതിന് പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞ കാര്യമല്ലേ. വർഷത്തിനായില്ലേ. ഇനി അതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വരാനുള്ള വഴി തങ്ങൂല. ഞാൻ ഇറങ്ങും. ബുക്കിനകത്ത് പൈസ ഇത്ര എടുത്തോളൂ. അതിന്റെ മനസ്സ് കേൾക്കൂല. അത് എടുത്തു കൊടുക്കും. പിന്നെ എങ്ങനെയാ കുടുംബം നേരാവുക? ഞാനിവിടെ ഉണ്ട്. നമ്മുടെ 003095. ഇപ്പുറത്ത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ അതിനടുത്തടാ. അതിന്റെ ഫ്രണ്ടിൽ ഓടി വാ, വേഗം വാ. ചുമ്മാ കേബിളും കാര്യങ്ങളും കൊണ്ട് കിട്ടാണ് പണി വരുന്നത്.
കുഴപ്പമില്ല. ചേട്ടനല്ലേ? കഴിക്ക്. ചേട്ടനോട് കഴിക്ക്. കനക നീ എന്താണ് ഈ കോലത്തില്? KCB സ്ഥിരം തന്നെ എല്ലാം ഇതിന് കയറിയതാ? അല്ല ടെമ്പറിയാ? അല്ല സ്ഥിരമായിട്ടാ ലൈൻമാൻ ആയിട്ടാ. നമ്മളെ നാട്ടുകാരനാ? ആണല്ലേ? ഇതിന്റെ കാര്യം ഓ ശരി. നമ്മളെ പരിചയക്കാരനാ? ലൈൻമാൻ ആയിപ്പോയി ഇങ്ങനെ. ഞാനിപ്പോ സെയിൽസിലാണ്. ഓ ഓ അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നു. പരിചയപ്പെട്ടുള്ളൂ ഇതിന്റെ വൈഫ്. ആ ഇവളും അവിടെ തന്നെ. നേരെ വൈഫൊക്കെ? വൈഫുണ്ട് വീട്ടിൽ തന്നെയാണ്. മക്കള്? ഒരു മോള്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? സുഖമായിരിക്കും. വേറൊരു തമാശയുണ്ട്. ഇവന്റെ പെങ്ങളെ ഞാൻ പണ്ടുന്ന കല്യാണം ആലോചിച്ച് നോക്കിയത്. ആണോ? ഏതാണ്ട് ഉറപ്പിച്ചൊക്കെ വന്നപ്പോഴത്തേക്കാണ് അവള് വേറെ തന്നെ ഓടിച്ചെടുത്തത്. എന്നിട്ട് ക്ലീറ്റിലൂടെ അവള് അന്ന് ഇറങ്ങിപ്പോയത് അവള്. എന്നിട്ട് ഇപ്പം രക്ഷയുണ്ട്. അല്ല കുഴപ്പമില്ല. അവൻ സുഖമായിട്ടിരിക്കുന്നല്ലോ? രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്നു. അവന് ജോലിയൊന്നും ഇല്ലല്ലേ? രാഷ്ട്രീയത്തിലാണ്. അവന്റെ അടുത്ത് ഗൾഫിലെല്ലാം പോകാൻ പറയടാ. ഇവിടെ ചുമ്മാ രാഷ്ട്രീയം കളിച്ച് നടന്നിട്ട് എന്ത് കിട്ടാൻ? ഞാൻ വേണേ ഒരു വിസോല വേണേ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിവിടെ ഒരു ഫ്ലാറ്റ് നോക്കാൻ വേണ്ടിട്ട് വന്നതാ, ഇവളുടെ അനിയന് വേണ്ടിയിട്ട്. എന്റെ അളിയനെ അവനാണിപ്പോ അവിടെ ബിസിനസ്സിനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ അവൻ ഇവിടെ അത്യാവശ്യം വന്നു പോകുമ്പോഴത്തേ അവന് ലോഡ്ജ് ഒന്നും എടുത്തു കൊടുക്കുക എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ലോഡ്ജിൽ പോകുന്ന ഇഷ്ടമാണോ? ഒരിക്കലും അല്ല. നമ്മളിങ്ങനെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുക, സമ്പാദിക്കുന്ന ഫ്ലാറ്റിൽ താമസിക്കുകയുള്ളൂ. അതേപോലെ അവനും ഒരു ഫ്ലാറ്റ് ഇവിടെ വാങ്ങിച്ചു കൊടുക്കാൻ തരും. ഇതിലെ പോയപ്പോഴാണ് കണ്ടത് അവിടെ ഫോർ സെയിൽ ബോർഡ് വെച്ചേക്കുന്നത്. അപ്പൊ കയറി വാങ്ങിച്ചാൽ കിട്ടേക്കാൻ തരും. ഇത് കണ്ടപ്പോൾ കുഴപ്പമില്ല, നമ്മളെ സ്റ്റാൻഡേർഡൊന്നും പറ്റൂല, എന്നാലും അത് വാങ്ങിച്ചേക്കാന്ന് കരുതി. എടാ എനിക്ക് ഇപ്പൊ 19 പേരുടെ ആവശ്യമുണ്ട് നമ്മൾ അവിടത്തേക്ക് പുറത്തേക്ക്. അപ്പൊ നീ ഇതൊക്കെ കളഞ്ഞിട്ട് നീ അങ്ങോട്ട് വേടാ, നിനക്കൊരു വിസോല വേണം ഞാൻ അയച്ചിടാം അല്ലേ? അത് തന്നെ. ആ ക്ലീറ്റ് എടുത്തും പറ, വെറുതെ ഇവിടെ നിന്ന് തെല്ലിത്തിരിഞ്ഞ് നടക്കാതെ അങ്ങോട്ട് കയറി വരാൻ പറ. പിന്നെ കണ്ടത്തിന് സുഖം പിള്ളേരൊക്കെ ഒരു മോളുണ്ട്. ഞാൻ അന്വേഷിച്ചെന്ന് പറയണം. എടാ പോട്ടാ, എനിക്കിപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്ന് നാളെ പോവുകയാണ്. തിരിച്ച് പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ചെറിയൊരു ഷോപ്പിംഗ്. എന്റെ അന്വേഷണങ്ങളും പറഞ്ഞുതരാം. അല്ലയാ ആ തങ്കത്തിന്റെ അടുത്ത് എന്റെ അന്വേഷണം പ്രത്യേകം പറഞ്ഞേക്കണം. തങ്കം, ആ എടി ഒന്നിങ്ങോട്ട് വാടി, മനുഷ്യൻ വിശന്ന് ഇടപാട് തീർന്ന് നിൽക്കുക. നീ വന്നേങ്ങോട്ട്. വരണ ഈ വിറകൊന്ന് വെട്ടി കഴിട്ടെ ക്ലീറ്റോ. എടി വിറവ് അവിടെ കിടക്കുക, അത് എങ്ങും പോകില്ല. പക്ഷെ എന്റെ വിശപ്പ് പോവും. ഈ മനുഷ്യൻ ഒന്നും വിശക്കുന്നവന് ആഹാരം കൊടുക്കാതെ വരണ്. നീ കൂടെ വന്നേ. നിനക്ക് വിറകാടി വലുത്. വിക്രമാദിത്യന്റെ സ്കൂട്ടർ ഇല്ലാന്ന് തോന്നുന്നു. കിട്ടിട്ടാ മുഖം ഒന്ന് വലിച്ചു കെട്ടണ്ട. 400 രൂപയുടെ കാര്യമുള്ളൂ, അതങ്ങ് തിരിച്ച് തരാം. ഇങ്ങനെ മുഖം കറുപ്പിക്കണം. 400 വിലയില്ലേ? ഒരു ദിവസം പെട്ടെന്നുണ്ടായാലോ 400, കഷ്ടപ്പെട്ടുണ്ടാക്കിയ 400. 400-ന്റെ വിലയുണ്ട്, അത് നീ മറന്നു വരുത്. ഈ 400 ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് തിരിച്ച് തന്നാ തീരുവോ പ്രശ്നം? തീരില്ല. നിർത്ത്. ഈ നാട്ടുകാരെ കേൾപ്പിച്ചാ പറയിപ്പിക്കണ്ട, കയറിപ്പോ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ആരാടി? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ആരാ? നീ ഒറ്റ വരുത്തി. ഞാൻ എന്ത് ചെയ്തപ്പോ? പിന്നെ ഞാനാ പുറത്തിറങ്ങി കിടക്കാൻ പോയെന്നേ. അവള് നിന്നെ എന്തോ ഇത് പുറത്തിറങ്ങി നടക്കാതിരിക്കാൻ? അവൾ എന്ത് ചെയ്യുന്ന? സ്കൂളിൽ പഠിക്കാൻ വിടുമ്പോ പഠിക്കണം, അല്ല കണ്ടപ്പോ കണ്ണും മുഖം കാണിക്കാൻ വേണ്ടി ഇറങ്ങി പോരുത്. പുറത്തിറങ്ങി കിടക്കാൻ പോയെന്നേ. ആൾക്കാരെ മുഴുവൻ വിളിച്ച് ചോദിക്കുക, നിന്റെ കൂടെ പുറപ്പം എന്തായി, ഒളിച്ചോടിപ്പോൾ എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നതൊക്കെ. അളിയാ, അത് ജോലിയും കൂലിയും ഇല്ലാത്ത കുറെ വായി നോക്കിയാൽ ഇങ്ങനെ പലതും പറയാം. അതൊന്നും നീ കാര്യമായിട്ട് വായി നോക്കിയാ? ഞാൻ സിറ്റി വെച്ചെടുത്തരെ കണ്ട് എവിടെ പണ്ട് പെണ്ണാലോചിച്ചെടുത്തേ. അവൻ എന്തിനെന്നറിയാമോ? ഫ്ലാറ്റ് വാങ്ങാൻ. അവനല്ല, അവന്റെ അളിയന്. എനിക്കുണ്ട് അളിയൻ, ചീഞ്ഞൊരു അളിയൻ. അതാണ് പ്രശ്നം. അതിന് ഞാൻ നിനക്കൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു തരാം, പൈസ വരട്ടെ അളിയാ. നീ ആ ചന്ദ്രന്റെ എത്ര മേടിച്ചു? ചന്ദ്രന്റെ 2000 രൂപ മേടിച്ചു. 2000 മേടിച്ചല്ലോ. മേടിച്ചെങ്കിൽ അത് ഞാൻ തിരിച്ചു കൊടുത്തു. നീ ബഹളം വെക്കണതിന് എന്താ പ്രശ്നം? എന്താ അമ്മാവ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. ഈ വേട്ടാവളിയെ ഇന്ന് സിറ്റി വെച്ച് എവിടെ പണ്ടം കണ്ട് പെണ്ണാലോചിച്ച് ഒരു വേട്ടാവളിനെ കണ്ടു. അപ്പൊ ആ വേട്ടാവളിനെ അവിടെ വന്ന എന്തിനാന്ന് വെച്ചാൽ അവന്റെ അളിയൻ വേട്ടാവളിന് ഒരു ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇപ്പോ അതും പറഞ്ഞുകൊണ്ടാണ് ഈ വേട്ടാവളിയും എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണേ. പ്രശ്നം അത് പറ. നീ അന്തസ്സുള്ളപ്പോ എനിക്ക് കഷ്ടപ്പെട്ടുണ്ടായിരുന്നോ? അവൻ ചോദിക്കാ നിന്റെ അളിയൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ എന്ത് പറയും? കണ്ടെടുത്ത് എറിഞ്ഞ് നടക്കുന്നിടത്താണ് എന്റെ അളിയെന്ന് പറയണോ? അന്ന് അവനെ കെട്ടിച്ചുവിടുന്നില്ല, ഒരു അന്തസ്സായിട്ട് ജീവിക്കായിരുന്നു, സുഖലോലുപനായി ജീവിക്കാം. ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് കണ്ടില്ലേ അവനെ?
അവൻ എവിടെയാണെന്ന് വെച്ചാൽ വിളിച്ചോണ്ട് വാ, ഞാനും കൂടെ ചേർന്ന് കൈ പിടിച്ചു തരാം, നല്ല ഇതായിട്ട് നടത്തി തരാം. നീ വേണ്ടേ പിന്നെ അല്ലാതെ പിന്നെ എന്തോ ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ടല്ലേ പിന്നെ എന്തോന്ന് ഞാൻ പറയണം? എടാ 10-15 കൊല്ലം മുമ്പ് നടന്നില്ല, അതിന് ഇപ്പൊ ദേഷ്യപ്പെടാൻ എന്താ കാര്യം? 15 30 നമുക്ക് മറക്കാം, പക്ഷെ ജനങ്ങൾ മറക്കണ്ടേ? നാട്ടുകാർ മുഴുവൻ എവിടെ പോയിരിക്കാൻ പറ്റുന്നേ? ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ആളുകൾ ചോദിക്കുക അവൾ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? നീ ഒരു അന്തസ്സുള്ളടത്തനായിരുന്നെങ്കിൽ എനിക്ക് നെഞ്ചു പിരിച്ച് പറയായിരുന്നു എന്റെ അളിയനെ ഇന്നാരാണ്, എന്റെ പെങ്ങൾ പോയെങ്കിൽ എന്താ കുഴപ്പം, അവൾ അന്തസ്സായി ജീവിക്കുന്നില്ലെന്ന്. ഇതിപ്പോ എല്ലാ ദിവസവും ചെലവിന് ഞാൻ പൈസ കൊടുക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ടുപേരുടെ ഒരു കാര്യം പറയാം, മേലെ ഇതിനകത്ത് കയറരുത്, ഈ പടിക്കപ്പുറം വരരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം വന്ന് തീർന്നു. എനിക്ക് ഇങ്ങനെ ഒരു പെങ്ങളും ഇല്ല അളിയനും ഇല്ല. പറഞ്ഞോണ്ട് ഇതിനകത്ത് കയറരുത്. നീ പൈസ ചോദിച്ചാൽ കണ്ണും മുഴുകി കാണിച്ചിട്ട് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാണക്കേട് കാരണം രാവിലെ ഇതൊന്നല്ലോ പറഞ്ഞത്. എനിക്കറിയാൻ വയ്യാത്തോട് ചോദിക്കുക. ഇവനിപ്പോൾ വാങ്ങിച്ച 400 രൂപയാണോ പ്രശ്നം, അതാ എവളാണോ പ്രശ്നം, ഇനി ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കാത്തതാണോ പ്രശ്നം, എന്താണ് ഇവന്റെ പ്രശ്നം? ഇവ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ താറടിച്ച് പറയണ്ട, പാലായിൽ വന്ന് അന്വേഷിക്കാൻ പറയണം അമ്മാവ്. എന്റെ വയറ് നിറഞ്ഞിനി ചോറൊന്നും വേണ്ട, ഇതുപോലെ പട്ടിക്കാ പൂച്ചയ്ക്കാ കൊടുക്കും. എന്ത് ഏട്ടാ, എന്തിനാ ഏട്ടാ നാത്തിനോട് ഇങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറുന്നത്? സ്നേഹലഞ്ഞിട്ടാണ് അവളോട് എനിക്ക് സ്നേഹലഞ്ഞിട്ടാണ് അങ്ങനെ എനിക്ക് തോന്നിയത്. കൊള്ളാം. പിന്നെന്തിനാ ദേഷ്യപ്പെട്ടത്? എങ്ങനെ ദേഷ്യപ്പെടായിരിക്കും? ഓരോരുത്തർ ഇപ്പോഴും ചോദിക്കുക അന്ന് ഒളിച്ചോടി പോയ പെങ്ങൾ എങ്ങനെ ഉണ്ടെന്ന്. ഇഷ്ടക്കണക്കിന് ഇറങ്ങി പോയപ്പോഴേ അന്ന് മുതൽ ഞങ്ങൾ അനുഭവിക്കുക ഈ നാണക്കേട്. അതിനിപ്പോ 10-15 വർഷമായില്ലേ? 15 വർഷമായിട്ട് നാട്ടുകാർ മറന്നില്ലല്ലോ. മറന്നാ എങ്കിൽ പിന്നെ ഇങ്ങനെ ചോദിക്കുക എന്നോട്. ഏട്ടൻ ഇപ്പൊ ഇന്ന് ആരെയാ കണ്ടത്? എൻ്റെ ഇവളെ ഇഷ്ടമുള്ള ഇതിനുണ്ടായിരുന്നു ഒരു സുധാകരൻ. അയാൾ എൻ്റെ പിറകെ ചോദിക്കായിരുന്നു പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുമോ, പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുമെന്ന്. നല്ല ചെറുപ്പക്കാരനാ. അപ്പം ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞായിരുന്നു, അമ്മയ്ക്കും കുഴപ്പമില്ലായിരുന്നു. നാത്തൂനറിയായിരുന്നു ഈ കാര്യം? അവളോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് അവള് അതിനുള്ള കല്യാണ പ്രായമായില്ല എന്ന് അമ്മ പറഞ്ഞു, കുറച്ചുകൂടെ കഴിയട്ടെന്ന് പറഞ്ഞു. പക്ഷെ അവളെ മനസ്സിൽ അവള് കല്യാണ പ്രായമായി നിൽക്കാനായിട്ട് നമ്മൾ അറിഞ്ഞ അതുകൊണ്ടല്ലേ ഇവനോട് ഇറങ്ങിപ്പോയത്. എന്നിട്ട് വല്ല ഗുണം പിടിച്ച അന്തസ്സുള്ളൊരുത്തിനോട് ഇറങ്ങിപ്പോയി എനിക്ക് പാടുണ്ടായിരുന്നു. എനിക്ക് പറയാറുന്നില്ല എൻ്റെ അളിയൻ ഞാനാണ്. എന്താ കുഴപ്പം, അവൾ ഒളിച്ചു പോയി എന്താ, അവൾക്ക് ചേർന്ന ഒരാളുടെ പോയെന്ന് പറയാൻ പറ്റും. ഇപ്പൊ എനിക്ക് എങ്ങനെ പറയാൻ പറ്റൂടി? നമ്മുടെ മനസ്സിൽ എന്തെല്ലാം സ്വപ്നം ഉണ്ടായിരുന്നു. ഒരുമിച്ച് കടിച്ച് വളരുമ്പോഴും അവളൊരു നല്ല നിലയിലെത്തുന്നത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൾ ഈ പാവിയിലൂടെ ഇറങ്ങിപ്പോയിട്ട് എന്നാ അവൻ ജോലിക്ക് പോയാൽ മതിയായിരുന്നില്ലടി. കുനിഞ്ഞൊരു കുപ്പ എടുക്കൂല. ഇപ്പോഴും ചിലവർ ഞാൻ കൊടുക്കണം, തകലിക്കൊരു ആവശ്യം ഞാൻ കൊടുക്കണം, അവൾക്കൊരു ആവശ്യം ഞാൻ കൊടുക്കണം, ഒരു പുതിയ സാരി ഇവിടെ ഞാൻ മേടിച്ചു കൊടുക്കണം. ക്ലീറ്റോച്ചന്റെ സ്വഭാവം ഇങ്ങനെ പോയി എന്ത് ചെയ്യാനാ? അതുകൊണ്ടാ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുത്തിനോടല്ലേ പോയത്. എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും അവൾ എന്റെ മുമ്പ് ഒന്ന് കൈനീട്ടായിരിക്കണേ എന്നാണ് ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ വിഷമിക്കാതിരിക്കേ, വിഷമിക്കല്ലേ. ചോറെടുത്ത് വെക്കട്ടെ? എനിക്ക് വേണ്ടേ. പിന്നെ ഇങ്ങനെ ഇരിക്കല്ലേ, വന്ന് ഊണ് കഴിക്കുക. നീ പോയി കഴിച്ചോ, എനിക്ക് വേണ്ടത്. ഞാൻ എടുത്ത് വെക്കുക, വാ. ഇതാട്ടാ വീട്. മാ ഇറങ്ങ്. ഇല്ലടാ, വേറൊരു ഇറങ്ങിട്ട് പോവാ. ഇല്ലടാ, വേറൊരു ഏട്ടന് ഇച്ചിരി തിരക്കില്ല. അയ്യോ അത് പറ്റില്ല, ഇവിടെ വരെ വന്നിട്ട്. ചേട്ടാ ഏട്ടാ 1 മിനിറ്റ് ഒന്ന് കേറിയിട്ട് പാ. പിന്നെ എത്ര നാളും കൂടി കണിപ്പാരാവേ. എന്നാ പിന്നെ ഇപ്പൊ വരെ. ഇതാണ് എന്റെ വീട്. പക്ഷെ അവിടെ ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ. ഇത് എന്റെ നാത്തു. ഹലോ, എന്റെ കൂട്ടുകാരി ചിത്ര. ഞാൻ ബാങ്കിൽ വെച്ചിട്ട് അവിചാരിതായിട്ട് കണ്ടതാ. അങ്ങനെ തന്നെ ഇരിക്കുന്നു. മക്കള്? ആ ഇവക്കൊരു കുട്ടിയുണ്ട്, മോള്. ശരി. പിന്നെ ചേട്ടൻ ഇറങ്ങായിരുന്നല്ലോ. ക്ലീറ്റോ, ക്ലീറ്റോ കേറിയിരിക്കാം. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ക്ലീറ്റോ, ക്ലീറ്റോ മോളുണ്ടോ ഇവിടെ? ക്ലീറ്റോ സ്കൂളിൽ പോയി. ആണോ? കേറിയിരിക്കും. വരൂ. വരില്ലേ അങ്ങനെ? ഇച്ചിരി നാണക്കാരനാ. കേറിയിരിക്കാം.
കാലത്തൊക്കെ ജീവിച്ചിട്ട് എങ്ങനെയുണ്ട്? സുഖടാ. എന്നാലും നമ്മുടെ നാട് പോലൊന്നും വരില്ല കേട്ടാ. ആ വെള്ളം എടുത്തു. ശരി. പിന്നെ നീ നമ്മുടെ പഴയ കൂട്ടുകാരെ രാഗിണീനെ എനിക്ക് കാണും. ആണോ? അവളുടെ മുടി എങ്ങനെയുണ്ട്? ഇത് ക്ലീറ്റോ. ഓർമ്മയുണ്ടോ? ചിത്ര. പാടുന്ന് പറഞ്ഞിട്ട് അതന്നെ അതന്നെ. നമ്മളെ പനമ്പാടി. എല്ലാം പറയാറുണ്ടല്ലേ? അയ്യോ, അവള് വാ പറഞ്ഞ കൂട്ടുകാരികളെ കുറിച്ച് തന്നെ പറയണത്. ചിത്ര ചേച്ചിയെ പോലെയൊക്കെ പാടുവോ? അയ്യോ, താങ്ക് യു. അല്ല, വണ്ടിയിൽ ഡ്രൈവർ ഇരിക്കുന്ന വെള്ളം വേണ്ടേ? അയ്യോ, ഡ്രൈവറല്ല, ഹസ്ബൻഡാ. ഹസ്ബൻഡ്. സോറി സോറി. അല്ല, ഇച്ചിരി തിരക്കായോണ്ട് ഇറങ്ങാത്തതാ. അതെല്ലേ? ഫോണിലും ആണേ. ഫോണില. ഓ, ഫോണില്. എന്ത് ഫോണില് ബിസിനസ് ആണ് ആള്? പുറത്ത്. ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങളും ഫോണിൽ കൂടെ തന്നെയാണ്. നമുക്ക് അതായത് വലിയ സൗകര്യമാണ് ഈ മൊബൈൽ ഇറങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ വലിയ പാർട്ടിക്കാരനാ. എനിക്ക് വലിയ ആളാവുമല്ലോ. പ്രസിഡന്റ് ആവാനിരിക്കും. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ പ്രസിഡന്റ് ആയി കഴിയുമ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്തും കേട്ടോ. വിളിക്കുമല്ലോ. വിളിക്കും, വരണം. ഇതാണ് എന്റെ ആങ്ങള. ഇപ്പൊ എടാ ഓർമ്മയുണ്ടോ നിനക്ക്? എനിക്ക് എന്റെ കൂടെ പഠിച്ച ചിത്ര. ഞാൻ കണ്ടിട്ടുണ്ട്. അവള് ഇപ്പൊ ലീവിന് വന്നേക്ക് വന്നാ. അവിടെ പുറത്തായിരുന്നല്ലോ. ഓ ശരി ശരി. ജോലിയായില്ലേ? ആ KSEB കുറച്ചാളങ്ങ് ആലപ്പുഴയിലൊക്കെ ആയിരുന്നു. താമസിക്കുന്നത് എവിടെ? പൂജപ്പുര. ഓ ശരി ശരി. 2 മക്കള്. സന്തുഷ്ട കുടുംബം. സന്തോഷായിട്ടിരിക്കണം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ദൈവാനുഗ്രഹം. ഹസ്ബൻഡ് വന്നില്ലേ? ഉണ്ട്, ചേട്ടൻ ഫോണിലായോണ്ടാ. ബിസിനസ് ആണ്. ആണോ? അതിനെന്താ വിളിച്ചിട്ടായിരുന്നില്ലേ? വിളിച്ചിട്ട് ഇറങ്ങണ്ടേ? അത് കൊള്ളാം. അങ്ങനെ ഇപ്പൊ നാണിക്കേണ്ട കാര്യം തിരിക്കുന്നത്. വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ. തുറക്കുന്നില്ല. ഫോണിലായിരിക്കും. ഒന്ന് വിളിച്ചാ മതി. ഹലോ. ഇവിടെ കൂട്ടുകാരൊക്കെ കാണാറുണ്ട്. പിന്നെ വെള്ളം കുടിക്കാം അളിയാ. വെള്ളം കുടിക്കാന്ന് പറ. വെള്ളം വേണോ? വേണ്ടേ? തിരക്കുണ്ടോ? കുറച്ച് തിരക്കുണ്ടോ? അപ്പൊ പിന്നെ വേറെ രസം. വന്നിട്ട് ഒന്നിച്ചിരി വർത്താനം പറയാൻ പറ്റും. കുഴപ്പമില്ലടാ. അപ്പുറത്തെ വീട്ടിലോട്ടും പോയില്ലല്ലോ. ഇനി ഓരോ ദിവസം പറഞ്ഞാൽ നമുക്ക് പാട്ട് കേൾക്കണം. ആളുകളുടെ നാണമൊക്കെ നമുക്ക് മാറ്റണം. ശരി, കാണാം. വന്നിട്ട് വേഗം അങ്ങ് പോകേണ്ടി വന്നു. ഇനി വരാം, വേറെ ദിവസം വരാം. അപ്പൊ ശരി ശരി. നാണക്കാരെ ശരി. ഇനി വരുമ്പോ വരണം കേട്ടോ. നല്ല ജോഡിയല്ലേ? പാവം പെണ്ണായിരുന്നു. പാവം, അതിന് നല്ലൊരു ചെറുതം കിട്ടിയല്ലോ. എന്ത്? രാവിലെ അളിയനെ ഒരുപാട് വഴക്ക് പറയലും കുറ്റപ്പെടുത്തലൊക്കെ നടത്തിയില്ലേ? പോട്ടെ. അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും അളിയൻ കാര്യമാക്കണ്ട. നീ ഇങ്ങനെ ആയാ മതി. എന്റെ തങ്കത്തിന് ഏറ്റവും അനുയോജ്യനായ ആള് എന്റെ അളിയൻ തന്നെയാണ്.
versus Alien.